പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോടന്നൂരിലെ പ്രകൃതി ചികിത്സാലയത്തിലാണ്. ചികിത്സാലയത്തിൻ്റെ 6ാം വാർഷികവും ഇന്ന് തിരുവാതിര ഉത്സവം കൂടി രണ്ടും കൂടി ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് കാര്യമായിട്ട് പ്രവർത്തകരില്ല, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. പലർക്കും നമ്മൾ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു, പലർക്കും എത്തിപ്പെടാൻ പറ്റില്ല. ഉള്ള ആൾക്കാരെ വെച്ച് നമ്മൾ സന്തോഷമായിട്ടൊരു ദിവസം കൊണ്ടാടാൻ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ പല കാഴ്ചകളും കാണാം. ഈ ഫോട്ടോ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് എടുത്തതാണ്. അതിൽ ആരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതും ആരൊക്കെ നിൽക്കുന്നതെല്ലാം ഇതിനെപ്പറ്റി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തിരുവാതിരയുടെ ഭാഗമായിട്ടേ ഉണ്ടാക്കിയ ഗോതമ്പ് കഞ്ഞി, പുഴുക്കിൽ എന്തൊക്കെ ചേർത്തുള്ളത്? ചേമ്പ്, ചേന, കാവത്ത്, കൂർക്ക, പിന്നെ മധുരക്കിഴങ്ങ്, പയറ്, ഉണക്കപ്പയറ്, ഇതല്ലോ. ഇത് നമ്മുടെ കൂവപ്പായസം. തിരുവാതിരയായിട്ട് ഹൈലൈറ്റ് ആണ് കൂവപ്പായസം. അത് കൂട്ടി കഴിക്കാൻ പഴം. ഓക്കെ, നമ്മുടെ ചെറിയൊരു ഫംഗ്ഷൻ. 6ാം വാർഷികത്തിൻ്റെ ആഘോഷമായിട്ട് കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ തിരുവാതിരയായിട്ട് നമ്മൾ ചെറിയൊരു ചരാതി കത്തിക്കുക, ഈ ലഘു ഭക്ഷണം കഴിക്കുക. ബാബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ തിരുവാതിര കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാവില് കുത്തുന്നിട്ടില്ല, പച്ചപ്ലാവില്ല. ശരിക്കും ഇത് പഴുത്ത പ്ലാവിലാണ് വേണ്ടത്. പഴുത്ത പ്ലാവില് വേണ്ടത്. അത് ലഭ്യമില്ലാത്തതുകൊണ്ട് പച്ചപ്ലാവിലാണ് കുത്തുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ചരാത് കത്തിയതിന് ശേഷം നമ്മൾ കഞ്ഞിയും പുഴുക്കും കഴിക്കുള്ളൂ. സമയമായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കാണിച്ച പോലെ ചെരാത് കത്തിച്ചു തുടങ്ങി. ചെരാത് കത്തിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത് നമ്മുടെ പാലക്കാട് നിന്ന് വന്ന കടഞ്ചേരനാണ്. കണ്ടില്ല, ആള് വളരെ ഉത്സാഹപരമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ചെരാത് കത്തിക്കുന്നത് പാടത്തിന്റെ സൈഡിലാണ്. അപ്പൊ ഒരു ഭാഗത്ത് കത്തിച്ചിട്ട് വരുമ്പോ മറ്റേ ഭാഗത്ത് കിടുകയാണ്. എന്നാലും ഞാൻ കാറ്റിനെതിരെ കത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും കാറ്റ് ശമിക്കുന്നില്ല. എന്നാലും ചിലവർ അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയിട്ട് കാറ്റ് നീ വീശരുള്ളത്, എന്നാലും കാറ്റ് അടങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ പ്രത്യേകത ഇത് പാടായതുകൊണ്ട് കാറ്റാണ്. കാറ്റ് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും വേണ്ടില്ല, നമ്മുടെ പരിപാടി അടിപൊളിയാണ്. ചരാത് മുക്കാഭാഗം കത്തി. സന്ധ്യ ആയതുകൊണ്ട് കാണാൻ നല്ല വൈബാണ്. ഇതിന് ശേഷം നമ്മൾ ലഘുഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി. paisa.
തോമസ് ചേട്ടൻ ചേച്ചി അങ്ങനെ ഏകദേശം എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് പാട്ടുകളിലേക്ക് കടക്കാം. ഇവിടെ കുറെ ആസ്ഥാന ഗായികന്മാരുണ്ട്. ജോസങ്ങള്, റസാക്കങ്ങള്, അതുപോലെ തോമസ് അങ്കിള്. ആദ്യം തന്നെ സിബി ചേച്ചിയും തോമസ് അങ്കിളും ചേർന്ന് നേച്ചർ ലൈഫിന്റെ പ്രാർത്ഥന ഗാനം പാടി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാവരും പാട്ട് പാടിയത്. പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകന്നെ നന്മതൻ തൂവണം പാരിൽ പടർത്തുന്ന പൂമരമായി എന്നെ മാറ്റേണമേ. മഞ്ഞലയിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലെന്നോ നീ മാത്രം വന്നില്ലെന്നോ പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലെന്നോ നീ മാത്രം വന്നില്ലെന്നോ പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. മരത്തെ മരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ മടത്തെ മടക്കിടങ്ങ വൗറങ്ങാരോ വവ പടിയുറക്കാൻ ഇല്ലില്ലെന്നമ്മയൻ പൊന്നെ ചരത്തെ നോവ് താരാട്ട് നീ ഉറങ്ങാരോ. മാമുട്ട നിങ്കും കൊണ്ടേ മറച്ചുരുന്നെന്റെ ചെല്ലപ്പുള്ളേ നെഞ്ചോരം പാടിയുറക്കാനുള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ രാരീരം 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 രാരോ രാരീരം 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 രാരോ. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ മെല്ലെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേരുന്ന പുല്ലാനിക്കാട്ടിൽ കന്നിമാങ്ങ പറിച്ചു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം കുഞ്ഞി മണ്ടാടി കുഞ്ഞിലേറാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം കണ്ടുവെന്നു കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം ഓലവില്ലു കൈകളിലേന്തി ഊഞ്ഞാലാടാം. പീലിട്ടുന്ന കോലമയിലാൽ മുകിലോടുന്ന വീട്ടിലൊളിക്കാം സ്വർണ്ണമീഞ്ഞാൻ നേടി തുടിക്കാം വഞ്ചിപ്പാട്ടിൻ്റെ വിങ്ങിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ.
മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരു കാൻവാ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുലകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണ് മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണ് മൗനം. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മുത്തിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി പടിഞ്ഞേക്കടന്ന് പിഴച്ചു പോയി അവനെ കടലന്മാർ കൊണ്ടുപോയി അവനെ കടലന്മാർ കൊണ്ടുപോയി. കണവൻ തോണിയിൽ പോയാല് കരയിൽ കാവല് നീ വേണം. കണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പ്രിയപ്പെട്ട നാച്ചുറൽ ലൈഫ് സുഹൃത്തുക്കളെ, നമ്മൾ ഈ കോടന്നൂർ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ഈ സെൻറ്റർ തുടങ്ങിയിട്ട് 6 വർഷമായി. അതിൻ്റെ വാർഷിക ആഘോഷത്തിന് നമ്മൾ കുറച്ച് പേര് പെട്ടെന്ന് ആലോചിച്ച് ഒത്തുകൂടിയതാണ്. ഈ പാടത്തിൻ്റെ വക്കത്ത് നല്ല സുന്ദരമായ പ്രദേശത്ത് നല്ല കുളിർ കാറ്റ്, നിലാവ്, എല്ലാ രീതിയിലും നല്ല പ്രകൃതി സുന്ദരമായ ഈ തീരത്ത് ജീവിച്ചു മരിച്ചവരുണ്ടെന്ന് പറഞ്ഞ പോലെ അത്ര സുന്ദരമായ സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ചേർന്നു. തിരുവാതിര ദിവസം കൂടിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗോതമ്പ് കൊണ്ട് കഞ്ഞി, പിന്നെ പുഴുക്കുണ്ടാക്കി, ചേന, കാച്ചിൽ, ചേമ്പ് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള പുഴുക്കുണ്ടാക്കി കഴിച്ചു. അതിനുശേഷം പിന്നെ കൂവക്കുറുക്ക് കഴിച്ചു. ഇതൊക്കെയാണ് തിരുവാതിരയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ രീതിയിലുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരുന്ന് കഴിച്ചു. സുന്ദരമായ ഒരു സായാഹ്നം നമ്മളിവിടെ ചെലവഴിച്ചു. ഞങ്ങളിതിപ്പോൾ ഒരു 1.5 മണിക്കൂർ നേരം ഇവിടെ ഉണ്ടായിരുന്നു. 1.5-2 മണിക്കൂറോളായി. 6 മണിക്ക് വന്നിപ്പോൾ 8-8:30 അതുവരെ നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടി സ്പെൻഡ് ചെയ്തു. സുന്ദരമായൊരു ദിവസം നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. സമാപനം കുറിച്ച് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. നമസ്കാരം. എനിവേ വൈകിട്ടാണെങ്കിലും ഈ സംരംഭത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദിയും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ ഇവിടെ വന്നു പോയിട്ടുള്ള പേഷ്യൻസിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.